ഹിസ്റ്ററി ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഒരാൾ പൂർണ്ണ മനസ്സോടെ മറ്റൊരാൾക്കോ അല്ലെങ്കിൽ ശാസ്ത്രീയമായി സൂക്ഷിക്കാനോ രക്തം നൽകുന്നതാണ് രക്തദാനമെന്ന് നമുക്കെല്ലാം അറിയാം. ദാനം ചെയ്യപ്പെട്ട ഈ രക്തത്തെ അനുയോജ്യമായ മറ്റൊരു ശരീരത്തിൽ ഞരമ്പിലൂടെ ഇഞ്ചെക്ട് ചെയ്ത് പ്രവേശിപ്പിക്കുന്ന മെഡിക്കൽ പ്രോസസ്സാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അപകടത്തിലൂടെയോ ശസ്ത്രക്രിയയിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗാവസ്ഥ കൊണ്ടോ അമിതമായി രക്തം നഷ്ടപ്പെടുന്നവർക്കാണ് ഇങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത്. ഇതിൽ തന്നെ രക്തത്തിലെ ഘടകങ്ങളായ റെഡ് സെൽസ്, വൈറ്റ് സെൽസ്, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്സ് എന്നിവ പലതായി വേർതിരിച്ചാൽ അത് പലർക്കായി പ്രയോജനപ്പെടുത്താം. റെഡ് ബ്ലഡ് സെൽസ് ആണ് കൂടുതലായും ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത്. രക്തത്തിലെ എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് ട്രാൻസ്ഫ്യൂസ് ചെയ്യാമെങ്കിലും ഇത് വളരെ അപൂർവമാണ്. രക്തം ദാനം ചെയ്യുന്നതിലൂടെ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ ആരോഗ്യം കൂടിയാണ് മെച്ചപ്പെടുന്നത്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ എന്തെല്ലാമാണ് നമുക്കൊന്ന് നോക്കാം. 1628 ഇംഗ്ലീഷ് ഫിസിഷ്യനായ വില്യം ഹാർവേ ബ്ലഡ് സർക്കുലേഷൻ കണ്ടെത്തി. 1658 മൈക്രോസ്കോപ്പിസ്റ്റായ ജാൻ സൊമർട്ട റെഡ് ബ്ലഡ് സെൽസ് നിരീക്ഷിച്ച് വിശദീകരണം നൽകി. 1665 ഇംഗ്ലണ്ടിലാണ് വിജയകരമായി ആദ്യത്തെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയത്. ഫിസിഷ്യനായ റിച്ചാർഡ് ലോവർ ഒരു നായയുടെ രക്തം മറ്റൊരു നായയിൽ പ്രവേശിപ്പിച്ചാണ് ഈ പരീക്ഷണം നടത്തി വിജയിച്ചത്. 1667 ചെമ്മരിയാടിൻ്റെ രക്തം മനുഷ്യരിൽ വിജയകരമായി ട്രാൻസ്ഫ്യൂസ് ചെയ്തതിൻ്റെ റിപ്പോർട്ട് ഫ്രാൻസിലെ ബാപ്റ്റിസ്റ്റ് ഡെനിസ്, ഇംഗ്ലണ്ടിലെ റിച്ചാർഡ് ലോവർ എന്നിവർ സമർപ്പിച്ചു. പക്ഷേ അടുത്ത 10 വർഷത്തിനുള്ളിൽ മൃഗങ്ങളുടെ രക്തം മനുഷ്യരിൽ പ്രവേശിപ്പിക്കുന്നത് നിയമപരമായി തടഞ്ഞു. മൃഗങ്ങളുടെ രക്തം മനുഷ്യരിലെത്തിയാൽ അത് പ്രതികൂലമായി റിയാക്ട് ചെയ്യും എന്നതായിരുന്നു കണ്ടെത്തൽ. ശേഷം 1795 അമേരിക്കൻ ഫിസിഷ്യനായ ഫിലിപ്പ് സിംഗ് ഫിസിക് ആദ്യത്തെ ഹ്യൂമൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയെങ്കിലും അതിൻ്റെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചില്ല. റെക്കോർഡ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഹ്യൂമൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നത് 1818 പോസ്റ്റ്മോർട്ടം ഹെമറേജ് സംഭവിച്ച ഒരു സ്ത്രീക്ക് ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും 4 ഔൺസ് രക്തമെടുത്ത് സിറിഞ്ച് വഴി നൽകിയ ബ്രിട്ടീഷ് ഗൈനക്കോളജിസ്റ്റായ ജെയിംസ് ബ്ലെൻഡലാണ് ഈ ചരിത്ര വിജയത്തിൻ്റെ പിന്നിൽ. 1825 1830 ഇടയിൽ അദ്ദേഹം നടത്തിയ 10 ട്രാൻസ്ഫ്യൂഷൻസിൽ 5 എണ്ണവും രോഗികൾക്ക് ഗുണം ചെയ്തവയായിരുന്നു. 1840 ഡോക്ടർ ബ്ലെൻഡലിൻ്റെ സഹായത്താൽ സാമുവൽ ആംസ്ട്രോങ് ലെയ്ൻ ഹീമോഫീലിയയുടെ ചികിത്സയ്ക്കായി ഒരു ഹോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയത് വിജയിച്ചു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സമയത്തെ ഇൻഫെക്ഷൻ നിയന്ത്രിക്കാനായി ആൻറ്റിസെപ്റ്റിക്സ് ഉപയോഗിച്ചു തുടങ്ങിയത് 1867 ഇംഗ്ലീഷ് സർജനായ ജോസഫ് ലിസ്റ്ററാണ്. 1873 മുതൽ 84 വരെയുള്ള കാലയളവിൽ US ഫിസിഷ്യൻസ് ആട്, പശു, മനുഷ്യൻ എന്നിവയിൽ നിന്ന് പാല് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പരിശ്രമിക്കുകയും അതിൻ്റെ മോശം റിയാക്ഷൻസ് കാരണം ബ്ലഡ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ സലൈൻ ഇൻഫ്യൂഷൻ നടത്തുകയും ചെയ്തു. ഓസ്ട്രേലിയൻ ഫിസിഷ്യനായ കാൾ ലാൻഡ്സ്റ്റൈനർ 1900 A, B, C എന്നീ 3 ബ്ലഡ് ഗ്രൂപ്പുകൾ കണ്ടെത്തി. ഇതിൽ ഈ ബ്ലഡ് ഗ്രൂപ്പാണ് പിന്നീട് O എന്ന് പേരുമാറ്റിയത്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ ആൽഫ്രഡ് ഡെ കാസ്റ്റലോ, അഡ്രിയാനോ സ്റ്റേർലി എന്നിവർ 1902 രക്തത്തിൻ്റെ 4ാം ഗ്രൂപ്പായി ABയെ ചേർത്തു. 1930 ഈ കണ്ടുപിടുത്തത്തിന് ലാൻഡ്സ്റ്റൈനറിന് മെഡിസിനുള്ള നൊബേൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. ദാതാവിൻ്റെയും സ്വീകർത്താവിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പുകൾ തിരിച്ചറിഞ്ഞ് ക്രോസ് മാച്ച് ചെയ്യുന്നവ ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ കൂടുതൽ സുരക്ഷിതത്വമുണ്ടെന്നും ഫലപ്രദമാണെന്നും ഹെക്ടോയിൻ വാദിച്ചു. അതിനെ തുടർന്ന് 1907 ന്യൂയോർക്കിൽ വെച്ച് റൂബൻ ഓട്ടൻബർഗ് ആണ് ആദ്യത്തെ ക്രോസ് മാച്ചിങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയത്. റൂബൻ ഓട്ടൻബർഗ് തന്നെയാണ് ബ്ലഡ് ഗ്രൂപ്പുകളുടെ മെൻറ്റീലിയൻ ഇൻഹെറിറ്റൻസ് തിരിച്ചറിഞ്ഞതും യൂണിവേഴ്സൽ ദാതാവായി മനസ്സിലാക്കിയതും. 1908 അനസ്റ്റോമോസിസ് എന്നറിയപ്പെടുന്ന ഡയറക്റ്റ് മെത്തേഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കണ്ടുപിടിച്ചതിന് ഫ്രഞ്ച് സർജനായ അലക്സിസ് കാരലിന് 1912 നൊബേൽ പ്രൈസ് ലഭിച്ചു. ഇതേ വർഷം തന്നെ മൊറീഷി ആൻറ്റിഗ്ലോബിൻ റിയാക്ഷനെക്കുറിച്ച് വിശദീകരിച്ചു. 1912 മസച്യൂസെറ്റ്സ് ജനറൽ ഹോസ്പിറ്റലിലെ വിസിറ്റിംഗ് ഫിസിഷ്യനായ റോജർ ലീ, പോൾ ഡ്യൂഡ്ലി വൈറ്റും ചേർന്ന് ലീവൈ ക്ലോട്ടിംഗ് ടൈം നിർമ്മിച്ചു. രക്തഗ്രൂപ്പിനെ യൂണിവേഴ്സൽ ഡോണറായും ABയെ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റായും നിർവചിച്ചത് റോജർ ലീ ആണ്.
1914 രക്തത്തെ ദീർഘനാൾ പ്രിസർവ് ചെയ്ത് സംരക്ഷിക്കാനായി സോഡിയം സിട്രേറ്റ് പോലെയുള്ള ലോങ് ടേം ആൻറ്റി കൊയാഗുലന്റ് നിർമ്മിച്ചെടുത്തത്. ബ്ലഡ് ബാങ്കിൻ്റെ ഡെവലപ്പറായി അവാർഡ് ലഭിച്ചത് 1958 അമേരിക്കൻ ആർമി ഓഫീസറായിരുന്ന ഓസ്വാൾഡ് റോബേർട്സണാണ്. എന്നാൽ ആദ്യത്തെ ബ്ലഡ് ബാങ്ക് സ്ഥാപിക്കപ്പെടുന്നത് 1932 1937 ബെർണാഡ് ഫാൻഡസ് ആണ് ആദ്യത്തെ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് സ്ഥാപിക്കുന്നത്. 1939-40 കാലഘട്ടങ്ങളിൽ കാൾ ലാൻഡ്സ്റ്റൈനർ, അലക്സ് വൈനർ, ഫിലിപ്പ് ലെവീൻ, ആറി സ്റ്റെറ്റ്സൺ എന്നിവർ ചേർന്ന് RH ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റംസ് ആവിഷ്കരിച്ചെടുത്തു. 1940 US ഗവൺമെൻറ് നാഷണൽ ബ്ലഡ് കളക്ഷൻ പ്രോഗ്രാംസ് സംഘടിപ്പിച്ചു. പ്ലാസ്മ ഘടകങ്ങളായി വിഘടിപ്പിച്ചെടുക്കുന്ന കോൾഡ് എഥനോൾ ഫ്രാക്ഷനേഷൻ വികസിപ്പിച്ചത് എഡ്വിൻ കോൺ ആണ്. 1987 മുതലുള്ള കാലഘട്ടങ്ങളിൽ ഈ രംഗത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളും കണ്ടുപിടുത്തങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നു.